അപ്പൊ രേണു പിന്നെയും വന്നു പച്ചക്കള്ളം പറഞ്ഞിട്ട്. എന്തെന്നറിയോ, വീട് ചോരുവാണ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിനിപ്പോ മറ്റുള്ളവരെന്താ ചെയ്യാ? വീട് ചോരുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഇത്രയും നല്ലൊരു വീട്, സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഈ വീട് പണിതിട്ട് ഏകദേശം ഒരു 1.5 വർഷമായിട്ടുണ്ട്. ഈ 1.5 വർഷം കൊണ്ട് ആ വീട് ചോരുക എന്ന് പറയുമ്പോ, ഇത്രയും വലിയൊരു വീട് ചോരുക എന്ന് പറയുമ്പോ അത് നിങ്ങളുടെ പിടിപ്പുകേടും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വൃത്തിയില്ലായ്മയും തോന്നിയാവാസമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. നീ പറയുന്നത് സത്യമാണെങ്കിൽ. നീ പറയുന്നത് സത്യമല്ല എന്നുള്ളത് എനിക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. ഈ വീട് വെച്ച് തന്ന വ്യക്തിയെ വന്ന് ലൈവിൽ വന്ന് പറഞ്ഞു നീ ഒരു പെരുങ്കള്ളിയാണെന്ന്. ഞാൻ പറഞ്ഞതല്ലാട്ടാ പാവാടവള്ളികളെ, ഞാൻ പറഞ്ഞതല്ലേ. രേണുവിന്റെ മൂട് താങ്ങിയിരിക്കുന്ന ആൾക്കാർക്കാണ് പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, വീട് വെച്ചു കൊടുത്ത വ്യക്തി വന്ന് പറഞ്ഞതാണ്. പച്ചക്കള്ളിയാണ് ഈ സാധനം. രേണു എന്ന് പറയുന്ന വ്യക്തി കള്ളം പറയുവാണ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് പലതിനും വേണ്ടിയിട്ട്. വർക്കേരിയ എന്തോ ഉണ്ടാക്കി തരണത്രേ. വീട് പണിതതും പോരാ, ഇനി അവിടെ ബൾബ് പീസായി കഴിഞ്ഞു കഴിഞ്ഞാൽ, മോട്ടോർ കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല്, പിന്നെ അതുപോലെ അവിടെ എന്തൊക്കെ കറണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എല്ലാം ഇവരെ വിളിച്ച് പറയും. വീട് പണിത് തന്ന ആൾക്കാരെ പറയാ. വല്ലാത്ത അവസ്ഥ അല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആൾക്കാരെ വിളിച്ച് പറയും നിങ്ങൾക്കാണ് നാണക്കേടെന്ന് പറഞ്ഞാൽ അടുത്ത ഭീഷണി, ബ്ലാക്ക് മെയിലിങ്. വീട് പണിത ആൾക്കാർക്ക് കിട്ടുന്ന സമ്മാനം അതാ പറഞ്ഞത്, അർഹിക്കുന്നവർക്ക് ദാനം കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈവിൽ വന്നിട്ട് ദാനം കിട്ടിയ വീടല്ലേ എന്ന് പറയേണ്ട കാര്യം എന്തോള്ളത് നിനക്ക്? ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ല് എണ്ണിക്കൊണ്ടിരിക്കുമല്ലേ നീയേ, പച്ചക്കള്ളം പറഞ്ഞിട്ട്. ദാനം കിട്ടിയ വീട് ആയിക്കോട്ടെ, അത് ചോരുണു എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഈ ഇന്റർവ്യൂവിൽ വന്ന് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇത്രയും വലിയൊരു വീട് പണിതിട്ട്. ഞാൻ പറയട്ടെ, എന്റെ അമ്മമ്മയും എന്റെ മുത്തശ്ശനൊക്കെ ഓടിട്ട വീട് ഇന്നും അവിടെ കിടക്കുന്നുണ്ട്. ഏത്? പാലക്കാട്. എന്റെ വീട് പാലക്കാടാണ്. അപ്പൊ ആ വീട് എത്രയോ വർഷം പഴക്കമുള്ള വീടാണ്. 10-50 വർഷത്തിന്റെ മേലെയുള്ള പഴക്കമുള്ള വീട്, ഓടിട്ട വീട്. കൈക്കോലൊക്കെ നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ചെതല് പിടിച്ചു പോവും. മനസ്സിലായി? അത് ഇന്നും ചെതല് പിടിക്കാതെ അവിടെ തന്നെ ആ വീട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ താമസക്കാരും അതിന്റെ സൂക്ഷിപ്പാണെന്ന് ഞാൻ പറയുന്നത്. ആ താമസിക്കുന്നവർ അത്രമാത്രം അത് നേരെ ചൊവ്വ കയ്യിൽ സൂക്ഷിച്ചെടുത്തതുകൊണ്ടാണ്. എന്റെ അമ്മമ്മ എന്റെ മുത്തശ്ശനും ഉള്ള സമയത്ത് അത് നല്ലപോലെ സൂക്ഷിക്കുമായിരുന്നു. മഴക്കാലൊക്കെ വരുമ്പോ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ചെതല് പിടിക്കും. കഴിക്കോലാണ് അതില് നമ്മൾ ആടിയടിച്ചിരിക്കുന്നത്. ബാർക്ക് വീടൊന്നും അല്ല, ഓടിട്ട വീട്. അത് ഇന്നും അവിടെ കിടക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഞാൻ പറയട്ടെ, ഒരു ചോർച്ചയില്ലാതെ. ഞാൻ പറയട്ടെ, ഇത്രയും വലിയ മഹാനടൻ ലാലേട്ടന്റെ വീട്, ഓടിട്ട വീട്, ഇന്നും ആ വീട് അവിടെ കിടക്കുന്നുണ്ട്. എങ്ങനെ അടിപൊളിയായിട്ട് ഓടിട്ട വീട്, പഴയ വീട്. അത് അവിടെ അവരുടെ കസിന്റെ ആരാങ്ങാണ് അത് കൈകാര്യം ചെയ്യണത്. അതിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ട് സംഭവിച്ചില്ല പറഞ്ഞാൽ അത് സൂക്ഷിക്കുന്നത്. അത് എങ്ങനെ സൂക്ഷിക്കണം, എത്ര കൈകാര്യം ചെയ്യണം. വൃത്തിയും വെടുപ്പില്ലാതെ കൂതറകൾ കുറെ എണ്ണം അവിടെ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ പൊന്നു കേടുവോ, അത് നശിച്ചു പോവും. അത് നീ പറയണ്ട ചോരുകയാണെന്ന്. നീ എങ്ങനെ വന്ന് കള്ളം പറഞ്ഞാലും നിനക്കെന്നെ ആപ്പ് ആണി തലയിൽ നീ തന്നെ ആണി ഇങ്ങനെ വെച്ചിട്ട് ടേ വന്ന് അടിക്കുവാണ്. നീ പറയണത് ചോരുവാണെന്ന് പറയുന്നത്. ചോരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അത് വൃത്തി വെടുപ്പില്ലായ്മ കൊണ്ട് ആ വീട് 1.5 വർഷം കൊണ്ട് നശിപ്പിച്ചു എന്ന് പറയും. നീയും നിന്റെ വീട്ടുകാരും. സുധിച്ചേട്ടന്റെ വീട്ടുകാരല്ല അവിടെ താമസിക്കുന്നത്, നിന്റെ വീട്ടുകാരും നീയാണ് അവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വീട് 1.5 വർഷം കൊണ്ട് നശിപ്പിച്ച് പൊളിച്ചടുക്കി കൈ കൊടുത്തു എന്ന് പറയും, ചോരുവാണെന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ കള്ളം പറഞ്ഞ് അപ്പൊ ഇനി അടുത്തതും കൊണ്ട് നീ ഞാൻ കള്ളം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടു അപ്പൊ നീ കള്ളമാണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ പറയും. അപ്പൊ എന്റെ പൊന്ന് രേണോ, എന്ത് കഴുത്തില് മാലയില്ല പറഞ്ഞ ഒരു മാല നേടി. ഇനി വീട് ചോരുകയാണെന്ന് പറഞ്ഞിട്ട് അടുത്ത അതിന് പൈസ നേടാൻ നീ നോക്കണ്ട. നീ പെരും കള്ളിയാണെന്ന് ഈ വീട് വെച്ച ആൾക്കാരെ വന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടാ രേണുവേ? ഞാൻ പറയുമ്പോ പാവടവള്ളികള് എന്റെ തലക്കിട്ട് ആണി അടിക്കലായിരുന്നു ഇത്രയും ദിവസം. ഇപ്പൊ കള്ളങ്ങൾ ഓരോരുന്ന് പൊള്ളിച്ചടിക്കുക അങ്ങ് വരുവാണ്. ഒന്നും വേണ്ട. അയ്യോ, ഏതു സമയവും കിച്ചു പറഞ്ഞിട്ട് ഈ ഇന്റർവ്യൂ എല്ലാത്തിനും മക്കളുടെ പേര് വെച്ചേക്ക്. എന്താ സിമ്പതിക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ തന്നെ ചോരുകയാണെന്ന് പറഞ്ഞപ്പോ പറയുന്ന കാര്യമാണ്. ഋതപ്പൻ എല്ലാ റൂമിലും ചോരുന്നുണ്ടോ ചോദിച്ചപ്പോ ഋതപ്പൻ
കിടക്കുന്ന മുറിയിൽ ചോരുന്നുണ്ട്. അപ്പൊ ഋതപ്പൻ എന്ന് പറയുന്നത് കൊച്ചു കുട്ടിയാണെന്ന് പറഞ്ഞു. അവര് ട്രോഫി എടുത്ത് കളയും, അതുകൊണ്ട് ഞാൻ അവര് കാണാതെ എടുത്ത് വെച്ചതാണ്. അപ്പൊ ഋതപ്പൻ എന്ന് പറഞ്ഞ കൊച്ചു കുട്ടിയെ നീ വേറൊരു റൂമിൽ ഒറ്റയ്ക്കാണോ കിടത്തുന്നത്? അപ്പൊ വലിയ അതിന് മാത്രം കാര്യസ്ഥനായില്ലേ? എന്തിനാടി പെരുങ്കൊള്ളി ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു പിടിച്ചു നിൽക്കുന്നത്? കള്ളത്തരം പറഞ്ഞു പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. എന്നെ പോലെ കുറെ പേർക്ക് ഇഷ്ടമില്ലാത്തത്. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പേര് വരുന്നുണ്ടല്ലോ, നാണംകെട്ട വർഗ്ഗങ്ങൾ എന്ന് ഞാൻ പറയത്തുള്ളൂ. നാണംകെട്ട നാറികൾ എന്ന് പറയും. സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ എണ്ണം വരും. ഞാൻ വാരി കൊടുത്തതിനെ കുറിച്ച് കുറെ പേര് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ സപ്പോർട്ട് ചെയ്യണ നാറികൾക്കൊക്കെ അവരവരുടെ ഭാര്യമാർക്ക് വേറെ ആൾക്കാർ വാരി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? അല്ലെങ്കിൽ അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുവോ? അവരെന്തോ കാട്ടട്ടെ, അവര് വാരി അങ്ങ് കൊടുക്കട്ടെ, ഊട്ടി കൊടുക്കട്ടെ. ഇപ്പൊ ഈ ഇടയ്ക്ക് പ്രതീഷിന്റെ കയ്യും താങ്ങിക്കൊണ്ട് എന്നും ഞങ്ങളെ കൈ തൂങ്ങി നടക്കും. തൂങ്ങി നടന്നോ? നാട്ടുകാരുടെ തെറി വാങ്ങി കൂട്ടിക്കോ? നിനക്ക് പിന്നെ ഉളുപ്പില്ലല്ലോ. ഇപ്പൊ ഫോണും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹലോ, എന്റെ ഫോണ് 4000 രൂപന്റെ ഫോണ് പോലും ഇല്ലാത്ത ആൾക്കാർ ഇന്നും ഉണ്ട്. ഇനി ഐഫോൺ വാങ്ങിക്കൊടുക്കാനായിരിക്കും അടുത്ത സൈക്കോളജി മൂവ്മെന്റ്. എനിക്ക് 4000 രൂപയുടെ ഫോണാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും പാവമാണ്. 365 ദിവസവും ഷൂട്ടിംഗ് ആണ്. അപ്പൊ അത്രേ ഉള്ളൂ ഷൂട്ടിങ്, സിനിമയിലെ വർക്ക് അത്രേ ഉള്ളൂ. അപ്പോ പൈസയൊന്നുമില്ല, അക്കൗണ്ടിലൊക്കെ തീരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഐഫോൺ ഇനി എടുത്തു കൊടുക്കണം. ഐഫോൺ ഇല്ലാന്നും ഫോണേ ഇല്ല, 4000 രൂപയുടെ ഫോണുണ്ട്, 4000 രൂപയുടെ ഫോണാണ്. നിങ്ങൾ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കണം. പുള്ളിക്കാരക്ക് വർക്കില്ല കേട്ടോ. 365 ദിവസം മാത്രമേ ഉള്ളൂ വർക്ക്, ബാക്കിയുള്ള ദിവസങ്ങളൊന്നും. എനിക്ക് ചിരിക്കാൻ പോയി എന്റെ അമ്മ. അതുകൊണ്ട് പൈസയില്ല, അക്കൗണ്ടിൽ തീരെ പൈസയില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് പൈസയേ ഇല്ല. അപ്പൊ അതുകൊണ്ട് വീട് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചോരയേ ഉള്ളൂ. അത് നന്നാക്കാൻ പുള്ളിക്കാരന്റെ കയ്യിൽ പൈസയില്ല. കാരണം വർക്കില്ല. വർക്ക് ഉള്ളത് 365 ദിവസം മാത്രമേ ഉള്ളൂ. രാവിലെ എണീച്ച് നമ്മൾ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത പുള്ളിക്കാരന്റെ ഇന്റർവ്യൂ, പുള്ളിക്കാരന്റെ ഷൂട്ടിങ്ങിന്റെ സെറ്റും മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാലും പൈസയില്ല, കയ്യിൽ പൈസയില്ല. കോണകം വാങ്ങാൻ പോലും പൈസയില്ല, ഷെഡ്ഡി വാങ്ങാൻ പോലും പൈസയില്ല പുള്ളിക്കാരന്റെ കയ്യില്. എന്താ ചെയ്യാ? വല്ല ചെയ്യാതെ ഇത്രയും വലിയൊരു വീട് കെട്ടി പഴുത് കിട്ടിയിട്ട് പുള്ളിക്കാരിപ്പോ വാടകയ്ക്ക് പോവത്ര, വീട് ചോരുന്നത് കൊണ്ടേ. ഇനി അഥവാ അത് സത്യമാണെന്നുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടുകാരെ ആ വീട് ഈ 1.5 വർഷം കൊണ്ട് നശിപ്പിച്ചോന്നേ പറയുള്ളൂ. ഇത്ര നല്ലൊരു വീട്. അപ്പൊ ഇനിയും പറയണോ, അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. അത് ദാനമായാലും എന്തായാലും. ഇപ്പൊ തന്നെ സുധിച്ചേട്ടന്റെ ട്രോഫി അദ്ദേഹത്തിന്റെ കഴിവിനാണ്. അദ്ദേഹം ആരെയും എന്താ പറയാ കെട്ടിപ്പിടിച്ചിട്ടും തലകുത്തി മറിഞ്ഞിട്ടും ഒന്നുമല്ല ആ ഒരു ട്രോഫികളൊക്കെ കിട്ടിയത്. അദ്ദേഹത്തിന്റെ കഴിവിനാണ് കിട്ടിയ, കലയ്ക്കാണ് കിട്ടിയത്. ആ കലയ്ക്കുള്ള അവാർഡും ഒരു വിലയില്ലാതെ, ആ അവാർഡിന്റെ വില എന്താണെന്ന് പോലും ഈ രേണു എന്ന് പറഞ്ഞ പച്ചക്കള്ളിക്ക് മനസ്സിലാക്കാണ്ട്, അഹങ്കാരിക്ക് മനസ്സിലാക്കാണ്ട് അത് ചാക്കിൽ കെട്ടിയിട്ട് ചാക്കിലൊക്കെ കെട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആക്രി സാധനങ്ങളൊക്കെ ചാക്കിൽ കെട്ടിയിട്ട് നമുക്ക് വേണ്ട, നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേസ്റ്റ് കൊണ്ടിടണം എന്ന് പറയുന്ന സാധനങ്ങളാണ് ഈ ചാക്കിൽ കെട്ടിയിട്ട് എവിടെയും കാണാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ അത് ദൂരെ കൊണ്ടുപോയി കളയാന്ന് വിചാരിച്ചിട്ട്. അതുപോലെയാണ് ഈ രേണു സുധിച്ചേട്ടന്റെ അവാർഡിനെ ചാക്കിൽ കെട്ടിയിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ചത്. അങ്ങനത്തെ ഒരു വ്യക്തിക്കാണ് നിങ്ങൾ അവാർഡ് കൊടുത്തത്. അവാർഡ് കൊടുത്ത മഹതികളെ എനിക്ക് ഒറ്റ കാര്യം പറയണം, അർഹിക്കുന്നവർക്ക് കൊടുക്കണം. മനസ്സിലായില്ലേ? സഹതാപം കൊണ്ട് നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. എന്ത് കുത്തം ചെയ്തിട്ട് ഇവൾക്കൊക്കെ അവാർഡ് കൊടുത്തു? നാണം കെട്ട വർഗ്ഗങ്ങളെ, നാണമില്ലേ നിങ്ങൾക്ക്? വീട് കൊടുത്തവർക്ക് ഇപ്പൊ നാണക്കേടായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ ആ ചെയിന് ഇനി കൊടുക്കുന്ന മുണ്ടിട്ട് മൂടിയിട്ട് ഓടിക്കോളി. ഇനി അടുത്തത് ഐഫോൺ വാങ്ങിക്കൊടുക്കണേ. പാവം, 365 ദിവസം മാത്രം പണിയുള്ള ഒരു വ്യക്തിക്ക് കയ്യിൽ കാശില്ല കോമണം വാങ്ങാൻ പോലും. അതുകൊണ്ട് നിങ്ങളൊരു ഐഫോൺ വാങ്ങിക്കൊടുക്കൂ പ്ലീസ്. ഇനി അവളുടെ കള്ളങ്ങൾ കേൾക്കണം. നിങ്ങള് കള്ളങ്ങൾ മാത്രം കേട്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഹെലികോപ്റ്ററിൽ എവറസ്റ്റ് കൊടുമുടിയിൽ തൂക്കി വെച്ച് ആടോ പ്ലീസ്.